ഞാനിവിടെ 2 കപ്പ് കൈമ റൈസിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് ഞാൻ തിളപ്പിക്കാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് 2 സ്പൂണ് നെയ്യും 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള ഇട്ടു. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഇതേ എണ്ണയിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, പിന്നെ പെരുംജീരകം, എന്തൊക്കെ സ്പൈസസ് ആണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം ഇടുക. അതൊന്നും വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് സവോളയും ക്യാരറ്റും ചെറുതായി ആഡ് ചെയ്യാം. പിന്നെ ഞാനതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മളിതിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റായി എന്ന് കാണുന്ന സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടുക. എന്നതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച നമ്മുടെ വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ലിഡ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5-8 മിനിറ്റ് വയ്ക്കുക. അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റും. ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദം ചെയ്യണമെങ്കിൽ ഞാനൊരു വലിയ പാത്രം എടുത്തിരിക്കുന്ന കാരണം ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്നില്ല. അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു പാനിലോട്ട് നമ്മുടെ റൈസ് കോരിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് മല്ലിയും പുതിനയും കൂടെ അതിൻ്റെ മേളിലൊക്കെ സ്പ്രെഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പൊളിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ മേളിൽ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്, റൈസിനൊരു ഡിഫറെൻറ്റ് കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഒരു 10 മിനിറ്റ്സ് ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം.